വയറ്റിളക്കം വന്നിട്ട് മസാല ദോശ തിന്ന് വിശപ്പ് സഹിക്കാൻ. ഹായ്. അപ്പം ചേട്ടൻ ഫ്രിഡ്ജിനുള്ളിൽ ഫോൺ എടുത്ത് വെക്കുന്ന പോലെ ഞാനും ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ. അപ്പം അധികം നേരം ഒന്നും വെച്ചിട്ടില്ല കേട്ടോ, പെട്ടെന്ന് എടുത്തു. അപ്പോൾ നമ്മൾ ആവോലിക്കുട്ടൻ ഇങ്ങോട്ട് എടുക്കേണ്ട സമയം അങ്ങോട്ട് അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തലേദിവസം ഫ്രിഡ്ജിലെടുത്ത് വെച്ചത്. അപ്പോൾ ഇനി നമ്മൾ ആവോലിനെ മാത്രം ഇങ്ങോട്ട് പൊക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആഗോലി ആഗോലി എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി കേട്ടോ. എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് ഇതിങ്ങനെ വരുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ആഗോലി എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ആഗോലി വന്ന് വീണിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമ്മൾ ആ ആഗോലിക്കുട്ടിനെ കൊണ്ട് ഞാൻ പോയിട്ട് ആ ചട്ടിയിലൊക്കെ ഇട്ടൊന്നൊരു കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നിട്ട് കറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ചെതുമ്പലൊക്കെ ഒരു ചെറിയൊരു ചെതുമ്പലൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിനെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് അങ്ങോട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ സൈഡിലുള്ള പ്രത്യേകിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നും ഇല്ലാത്തൊരു മീനാട്ടോ. വേഗം പണി കഴിയുന്നതാണ് എല്ലാവരുടെയും പുറത്തുനിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷേ എനിക്കെന്താണെന്ന് അറിയില്ല. ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ എനിക്കങ്ങോട്ട് ശരിയാവുന്നുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അതിനെ പിടിച്ച് സത്യം പറഞ്ഞ ഒരു ചാക്കിലൊക്കെ ഇട്ടിട്ട് നന്നാക്കണമായിരുന്നു. പിന്നെ അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞിട്ട് ഞാനിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മോന്തായമൊക്കെ ഒന്ന് അങ്ങോട്ട് കഴുകി ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ മുഖം കഴിയുന്ന പോലെ അപ്പോൾ ഇങ്ങനെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്, ചെതുമ്പലൊക്കെ കളഞ്ഞ്. ഇനി അടുത്ത ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് മിസ്റ്റർ സബിനാണ്, എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ പുള്ളി എന്താ പറയുക, അരമൊക്കെ വെച്ചിട്ട് നല്ലോണം കത്തി മൂർച്ചയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. ഇത് മുറിച്ചെടുക്കലൊരു പണി തന്നെയാണ് കേട്ടോ. പണിയെന്നല്ല, അതൊരു ഭംഗിയിൽ ഇങ്ങോട്ട് നല്ല നൈസായിട്ട് ഇങ്ങനെ മുറിച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വന്ന് മൂർച്ചയൊക്കെ വന്ന ആളെന്നോട് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു അടിപൊളി. പുള്ളിക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ സകല സാധനങ്ങളും നമ്മൾ തന്നെ ഒപ്പിച്ചു കൊടുക്കേണ്ടി വരും. അടുക്കളയിൽ കയറുന്നത് എല്ലാ കാര്യം എല്ലാം ഒപ്പിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഡബിൾ പണിയും ആക്കി തരുമെന്ന് പറഞ്ഞോ, അതിലും തെറ്റില്ല. അങ്ങനെയാണല്ലോ. അങ്ങനെ ഇതിനെ അങ്ങോട്ട് പൊക്കി എടുത്തിട്ട് മുറിച്ച് ഇങ്ങോട്ട് എടുത്തു കേട്ടോ. കത്തിക്ക് നല്ല മൂർച്ചയുണ്ട്. പ്ലാസ്റ്റിക് കവറിൽ ഇട്ടതേ അബദ്ധമായിട്ടുള്ളത്, വഴുകി കളിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല പീസായിട്ട് ഇങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിക്കണതിൻ്റെ അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലോ, എന്തുകൊണ്ടാണ് ഇത് മുറിക്കാൻ നിന്നതെന്ന് വെച്ചാൽ പുള്ളിനോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് അഭിപ്രായം കേൾക്കാം കേട്ടോ. കണ്ട, ഇതാണ് കേട്ടോ വിലയേറിയ അഭിപ്രായങ്ങൾ. അപ്പോൾ പറഞ്ഞത് സത്യം തന്നെ, നല്ല അലുവ കഷ്ണം പോലെ ഇങ്ങോട്ട് വന്ന് വീണിട്ടുണ്ട് കേട്ടോ. കത്തിക്ക് നല്ല മൂർച്ചയുണ്ടെങ്കിൽ അടിപൊളിയാണ്, ഇല്ലെങ്കിൽ ബിളബിളേ ആയി പോട്ടാ. അങ്ങനെ ഇനിയൊന്നും നോക്കാനില്ല, ഇനി അങ്ങോട്ട് കഴുകി നല്ല വൃത്തിയാക്കി ഇങ്ങോട്ട് എടുക്കുക. ഒരു കച്ചറയും ഒന്നുമില്ലാത്തൊരു മീനാട്ടോ, അധികം വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു മീനാണ്. അപ്പോൾ കഴിച്ചവർക്ക് എന്തായാലും അത് അറിയാൻ പറ്റും. അങ്ങനെ ഞാനിതാ നന്നായിട്ട് ഇങ്ങോട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്നും നോക്കാനില്ല, നമ്മളെ കറി ആക്കാനുള്ള പരിപാടി. അപ്പോൾ അതിന് മുൻപ് ഞാനൊരു 3-5 കഷ്ണം എടുത്തിട്ട് നല്ലൊരു കഷ്ണം നോക്കിയിട്ട് എടുത്തിട്ട് അവിടെ ഉപ്പും മുളകും തേച്ചൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇനി നമ്മളെ കറീൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നല്ല പച്ച കറിവേപ്പില ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പച്ചയിലാണ് പിന്നെ ചോപ്പുണ്ടാവും. പിന്നെ നമ്മളത് ആ ചട്ടി കിടന്ന് ഉരുളുന്ന മറ്റേ കുഞ്ഞുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഈ വക സാധനങ്ങൾ അങ്ങോട്ട് ചതച്ച് ചട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണയും അതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വേണ്ടു കേട്ടോ. നല്ല കറിവേപ്പിലൊക്കെ ഒരു ക്ഷാമവും ഇല്ലെങ്കിൽ അത് നല്ലോണം വാരി വിതറിക്കോ. ഇങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, നമ്മളത് ആ ചട്ടി കിടന്നിട്ട് കുഞ്ഞു 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 ഇങ്ങനെ നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കുക. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുള്ളീൻ്റെ അങ്ങോട്ട് സ്മെല്ലടിച്ചിട്ട് എൻ്റെ കണ്ണങ്ങോട്ട് നീർന്ന് കേട്ടോ. നല്ലൊരു സ്മെല്ലും നല്ലൊരു ഇതൊക്കെയാണ് വന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ആവശ്യാനുസരണം എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലെ ഞാനും അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ മുളക് പൊടി, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി. ഇത്തിരി അല്ല, തിളപ്പിക്കുമ്പോൾ ഇത്തിരി അധികം മഞ്ഞൾപ്പൊടി എടുക്കാം അല്ലേ, അതിന് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് ചട്ടിയിലിട്ട് അങ്ങോട്ട് മൂപ്പിച്ച് എടുക്കും. അപ്പോൾ ഇനി വേണ്ട പ്രധാനപ്പെട്ട ഐറ്റം നമ്മളെ കുടപ്പുളി. അപ്പോൾ കുടപ്പുളി എൻ്റെ പാട്ടിൽ നിന്ന് ഞാൻ 2-3 പീസ് തപ്പി പറക്കിയിട്ടാണ് കേട്ടോ എടുത്തത്. കുടപ്പുളി കാലിയായിട്ടിരിക്കുകയാണ്. ഇനി അമ്മ നാട്ടിൽ പോയി വന്നിട്ട് വേണം കുടപ്പുളിയും കൊണ്ട് വരുത്താൻ വേണ്ടിയിട്ട്. കാരണം അമ്മയാണ് എനിക്ക് കുടപ്പുളി വാങ്ങിച്ചുകൊണ്ട് തരുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം പൊടിയൊക്കെ മൂത്തതിന് ശേഷം വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് നല്ലോണം അരവ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചൊന്ന് എടുക്കണം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിനി മീനൊക്കെ ഇടേണ്ടത്. അപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ ഒഴിച്ച് ലേശം ഉപ്പും ഒക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ഇനി മൂടി അങ്ങോട്ട് വെക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോൾ ഒന്നും നോക്കാനില്ല, തിളച്ചിട്ട് ബാക്കി പരിപാടി. അരവ് ഇങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് വെതറും കേട്ടോ. അത് ഇടാൻ വേണ്ടിയിട്ട് ഒരു രസം തന്നെയായിട്ടാണ്. ഓരോ പീസ് ഇങ്ങനെ എടുത്ത് ഇടുമ്പോൾ
എന്താ രസം മീനിൻ്റെ ഇങ്ങനെ കഷ്ണങ്ങൾ ഇടാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടാണ്. അപ്പം ഞാനിങ്ങനെ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് വന്നപ്പോഴാണ് വിചാരിക്കണം അയ്യോ ഇത് നെഗിക്ക് പറ്റിയ പോലെ ആക്കിയിട്ട് പറ്റുമോ എന്ന്. കാരണം ചട്ടി മാറ്റേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നെഗിക്ക് സ്ഥിരം പരിപാടിയാണല്ലോ ചട്ടി മാറ്റൽ. അപ്പം നോക്കുമ്പോൾ ഇല്ല, ഞാൻ തിക്കിയൊക്കെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടി മാറ്റൽ റിസ്ക്കാണ്, കാരണം ഇതിലും വലിയ ചട്ടി എൻ്റെ അടുത്ത് ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ വിൻറ്റേജിൻ്റെ അടുത്ത് പോകേണ്ടി വരും ചട്ടിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഒന്നുമില്ല കേട്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒഴിച്ച വെള്ളം കറക്റ്റാണിതാ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല എന്തായാലും. അപ്പം ആവോലിക്ക് അത്ര വലിയ വേവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ആകോലി കയറി വരുന്നു. അപ്പോൾ ഞാനൊന്ന് ചിറ്റിച്ചൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. കയ്യിലിട്ടൊന്ന് ഇളക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. കയ്യിലിട്ട് ഇളക്കി വെറുതെ എന്തിനാ നല്ല മീനെ പൊടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചിറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒപ്പം ഞാനും ഒന്ന് ചിറ്റി. അപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ കറി നമ്മൾ ഏകദേശം കൂറിക്ക് പരിവായിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണവും ചാറും ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കൂറിക്ക് എത്തിയിട്ടുണ്ട്. കഷ്ണം ഇപ്പോൾ പറഞ്ഞാൽ അലുവ കഷ്ണം പോലെ തന്നെ ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ പൊരി ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു പീസ് ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറുകിയ ചാറോടുകൂടി ഇങ്ങോട്ട് എത്തിയ സമയത്ത് ഫൈനൽ നമ്മൾ നല്ല കളർഫുള്ളിന് വേണ്ടിയിട്ട് നല്ല കറിവേപ്പില അങ്ങോട്ട് നിരത്തി വെച്ച് ഇത്തിരി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ചിറ്റിച്ച് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ മോനെ ഒരു സ്മെല്ലിങ്ങോട്ട് അടിച്ച് ഒന്നും പറയണ്ട കേട്ടോ. ടേസ്റ്റിന് ഒരു കുറവില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്ത് അവിടെ അത് മാറ്റി വെക്കുക. അപ്പോൾ നല്ല ചോറും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ഇതാണല്ലോ, നിങ്ങളെ കൊതിപ്പിക്കുകയെന്ന് ഇപ്പോൾ എന്നോട് പറയുന്നുണ്ടാവും, സനി ഇതെല്ലാം തെറ്റാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അന്യായമാണെന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നാലും വേറെ രക്ഷയില്ല മക്കളെ. അപ്പോൾ കൊതിപ്പിക്കുകയാണെന്നൊന്നും പറയരുത്. നല്ല ഒരു കഷ്ണം അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ അങ്ങോട്ട് ചാറൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഇത് സത്യം പറഞ്ഞാൽ കുളു മണാലി ടീമിന് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് കൊടുത്തു കേട്ടോ. ഒന്ന് കൊതിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു വോയിസ് ഇങ്ങോട്ട് വന്ന് മോനേതാ, അത് നിങ്ങൾ എന്തായാലും കേട്ടിരിക്കണം നിർബന്ധമായി. വയറ്റിളക്കം വന്നിട്ട് പണ്ടാറട്ടെ പണ്ടാറ പിടിക്കാ കൊതി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. മനുഷ്യനിടാ മസാല ദോശയും തിന്ന് വിശപ്പ് സഹിക്കാൻ പറ്റാതെ നടക്കുന്നു. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ചർച്ചാ വിഷയങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട്ടൊന്നും ഞാൻ കൂടുതൽ ആധികാരികമായിട്ടൊന്നും കിടക്കുന്നില്ല. നമ്മളെ ഫുഡടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കാര്യമായിട്ട് അങ്ങോട്ട് കിടക്കാം. എടുത്ത് ഇങ്ങനെ കുഴച്ച് ഗോളാക്കി ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ അയ്യവാ എന്തുണ്ട് പറ. അന്യായം. ഇതാണ് ഞങ്ങളെ ആവോലിക്കറി അല്ലേ. പൊടി അടിപൊളി ഫ്രഷ് സാധനം. എന്തായാലും സൂപ്പറാണല്ലേ, ഒന്നും പറയാനില്ല. ഇതിന്റെ ഈ ഒരു സുഖമൊന്നും എവിടെയെങ്കിലും പോയാൽ കിട്ടും. ഒരു മന്തിക്കും കിട്ടൂല, ഒരു മന്തിക്കും കിട്ടൂല, ഒരു ബിരിയാണി കിട്ടുമൊന്നും കിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, വേണമെങ്കിൽ ടേസ്റ്റ് വയ്ക്കും. അതെ. ഓക്കെ. അപ്പോൾ എപ്പോഴും ഞാൻ തന്നെ ഒറ്റക്ക് ഞാൻ തന്നെ ടേസ്റ്റ് നോക്കലാണ്. അപ്പോൾ ഇത് അടിപൊളി സൂപ്പർ. അപ്പോൾ എന്തായാലും നിങ്ങളെ കൊതിപ്പിച്ചതോടൊപ്പം തന്നെ കുളുമണാലിൽ നമ്മൾ നിഗീനൻ ചേട്ടനെയും കൂടി കൊതിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം കുളിർമയൊക്കെ കിട്ടിയിരിക്കണം. അപ്പോൾ എന്തായാലും ഫ്രഷായിട്ട് രാഗോലിയൊക്കെ കിട്ടുമ്പോൾ ഒട്ടും പിടിവിടാണ്ട് ഇതുപോലെ തന്നെ അങ്ങ് ട്രൈ ചെയ്തോ, അടിപൊളി സാധനമാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.